നമസ്കാരം. ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപം അത് ഇന്ത്യയെ ലക്ഷ്യം വെച്ച് ഉള്ളത് തന്നെയാണ്. കാരണം ഇന്ത്യയിൽ ഒരു ജൻസി കലാപത്തിന് വേണ്ടി പാകിസ്ഥാനും അതോടൊപ്പം തന്നെ മുഹമ്മദ് യൂനൂസും ഉൾപ്പെടെയുള്ളവർ ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഭാരതത്തെ തകർക്കാനുള്ള ഒരു ഡീപ് സ്റ്റേറ്റ് അത് ഇപ്പോൾ പാകിസ്ഥാനുമായിട്ടും ബംഗ്ലാദേശുമായിട്ടും കൈകോർത്തുകൊണ്ട് ഒരു നീക്കം നടത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും SDPI-യും ജമാഅത്ത് ഇസ്ലാമിയും എല്ലാം തന്നെ ഭാരതത്തിൽ ഏത് രീതിയിൽ ഒരു കലാപം ഉണ്ടാക്കാനായിട്ട് അവർ ഇങ്ങനെ 24 മണിക്കൂറും ഓരോ നീക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സമയത്തും ഭാരതത്തിൽ ഒരു സ്ഫോടനം നടത്താനുള്ള നീക്കങ്ങളും അവർ നടത്തുന്നത് ഇതേ ചുവട് പിടിച്ചിട്ടാണ്. അതായത് ബംഗ്ലാദേശിൽ നടന്നതുപോലെ നേപ്പാളിൽ നടന്നതുപോലെ ഒരു ജൻസി പ്രക്ഷോഭം ഉണ്ടാകുക, ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന ബംഗ്ലാദേശിൽ വിട്ടതുപോലെ ഭാരതത്തിൽ നരേന്ദ്രമോദി സർക്കാർ ഭാരതത്തിൽ നിന്നും മറ്റേതെങ്കിലും വിദേശ രാജ്യത്തേക്ക് രക്ഷപ്പെടുക, അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്ന ഒരു ലക്ഷ്യമാണ് അവിടെ ഉള്ളത്. എന്നിട്ട് രാഹുൽ ഗാന്ധിയെ പിടിച്ച് അവിടെ പ്രധാനമന്ത്രി ആക്കി കഴിഞ്ഞാൽ ഈ രാജ്യം നിലനിർത്തും. അതോടൊപ്പം തന്നെ പാകിസ്ഥാനും ഇന്ത്യയിൽ ഏത് രീതിയിലുള്ള പ്രവർത്തനം നടത്താനും ഒരു ലൈസൻസായി കിട്ടും എന്നത് തന്നെയാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗം, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റിന്റെ ഒരു തിയറി അല്ലെങ്കിൽ ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. അതിന്റെ ഒരു നീക്കമാണ് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വനിതാ നേതാവ് പറഞ്ഞത്. എല്ലാവർക്കും ആയുധ പരിശീലനം കൊടുത്ത് ഇന്ത്യയെ ഒരു ആക്രമണം നടത്തുക, അല്ലെങ്കിൽ ഇന്ത്യയെ കീഴടക്കണം എന്ന രീതിയിലേക്ക് ജമാഅത്തി വനിതാ നേതാവ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇന്ത്യ വിരുദ്ധ പരാമർശങ്ങളാണ് ബംഗ്ലാദേശിലെ ജമാഅത്തി ഇസ്ലാമി ഇപ്പോൾ പറഞ്ഞത്. ഇതിന്റെ ചുവട് പിടിച്ച് ഭാരതത്തിലും ഈ ജമാഅത്തി ഇസ്ലാമി പ്രവർത്തകർ ഒരു നീക്കം നടത്തുന്നുണ്ട്. അത് പോപ്പുലർ ഫ്രണ്ടുമായിട്ട് കൈകോർത്തുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് 2047 ഒരു ഇസ്ലാമിക രാജ്യമാക്കി മാറ്റാനുള്ള ഒരു ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടെന്നാണ് NIA കഴിഞ്ഞ ദിവസങ്ങളിൽ ദില്ലി കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തേക്ക് വിട്ടത്. രാജ്യത്ത് എല്ലാവർക്കും ആയുധ പരിശീലനം നൽകണമെന്നും ഇന്ത്യയെ കീഴടക്കാതെ വിശ്രമമില്ലെന്നുമാണ് ബംഗ്ലാദേശ് ജമാഅത്തി ഇസ്ലാമി വനിതാ വിഭാഗം നേതാവ് സയ്യിദ ഫാത്തിമ ഫർഹാന പറഞ്ഞത്. ഉസ്മാൻ ഹാദിയുടെ മരണത്തെ തുടർന്ന് നടത്തിയ പ്രതിഷേധത്തിലാണ് ഫാത്തിമ ഫർഹാനയുടെ ഈ പരാമർശം ഉണ്ടായിരിക്കുന്നത്. 15 മുതൽ 45 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ആയുധ പരിശീലനം നൽകണമെന്നും ഇന്ത്യക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തണമെന്നാണ് ഫാത്തിയ ഫർഹാനയുടെ ആരോപണം ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ഇന്ത്യക്കാരെ തെരഞ്ഞുപിടിച്ച് ഒരു ആക്രമണം നടത്തുമ്പോൾ ഇന്ത്യൻ സൈന്യം ഏത് നിമിഷവും ബംഗ്ലാദേശിലേക്ക് എത്താം എന്നൊരു നീക്കത്തിലേക്കും ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിൽ ഒരു ആക്രമണം നടത്തി ഭാരതത്തിൽ, അതായത് ബംഗ്ലാദേശിലുള്ള ഹിന്ദുക്കളെ എല്ലാം തന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും അവരുടെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. വിദ്യാർത്ഥി നേതാവും ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിന് കാരണമായ പ്രക്ഷോഭത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് ഒസാമ ഹാദി. ആ ഒസാമ ഹാദി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ബംഗ്ലാദേശിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോഴും അരങ്ങേറുന്നത്. ഇന്ത്യക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നായ്ക്കളെ ഇല്ലായ്മ ചെയ്തതല്ലാതെ അടങ്ങില്ല എന്നാണ് ഒസാമ ഹാദിയുടെ സഹോദരിയും മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയിൽ വ്യക്തമായി പറഞ്ഞത്. എന്നാൽ ഒസ്മാൻ ഹാദിയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ ബംഗ്ലാദേശിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ സംഭവം ഇന്ത്യക്കെതിരെ തിരിക്കാനാണ് ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യ വിരുദ്ധ സംഘടനകളും ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായ നീക്കങ്ങൾ, ഒരു വാണിംഗ് തന്നെ നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരും ബംഗ്ലാദേശിന് നൽകിയത്, അതായത് മുഹമ്മദ് യൂനൂസിന് നൽകിയത്. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ അവരുടെ ദേഹത്തേക്ക് ഒരു പോറൽ പോലും വീണാൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് വലിയ രീതിയിലുള്ള, നിങ്ങൾ പോലും വിചാരിക്കാത്ത ഉള്ള ഒരു നടപടിയിലേക്ക് നമ്മൾ ബംഗ്ലാദേശിൽ ഒരു ആക്രമണം നടത്തും, അല്ലെങ്കിൽ ഒരു തിരിച്ചടി നടക്കും. ഇനി അതായത് ഹിന്ദുക്കളെ തൊട്ടാൽ, അവിടെയുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളെ തൊട്ടാൽ, ഹിന്ദുക്കളെ നിങ്ങൾ കൊലപാതകം ചെയ്താൽ, അതായത് 2 ദിവസത്തിന് മുന്നെയാണ് ഒരു ഹിന്ദുവിനെ അവിടെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പച്ചക്ക് കത്തിച്ചത്. അങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ അവിടെ നടന്നാൽ നിങ്ങൾ പോലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു അറ്റാക്ക്, അല്ലെങ്കിൽ ഒരു ആക്രമണം, ഒരു സർജിക്കൽ സ്ട്രൈക്ക് ഇന്ത്യ നടത്തുമെന്ന് തന്നെയാണ് മോദിയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമിയും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാർ മൊത്തത്തിൽ മുഹമ്മദ് യൂനൂസിന് ഒരു വാണിംഗ് നൽകിയത്. എത്രയും പെട്ടെന്ന് ഹിന്ദുക്കൾക്ക് നേരെയുള്ള ഈ സംഘടിതമായ ആസൂത്രിതമായ ഈ ആക്രമണം അവസാനിപ്പിക്കാനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു നിർദ്ദേശം നൽകിയത്.